വെൽക്കം ടു മൈ ചാനൽ. പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ക്ലാസ്സുകാർക്കും റെഫർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ SSLC +1 +2 എന്ന് പറഞ്ഞെങ്കിലും ചെറിയ ക്ലാസ്സുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഷുവർ ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സിനും 6 മാർക്സിനും 8 മാർക്സിന് വരെയും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. കുറച്ച് ഗ്രാമറും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർമാറ്റ് ഓഫ് പ്രൊഫൈൽ റൈറ്റിംഗ്: ഏതൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഇപ്പോൾ ഒരു ഡിസ്കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയറി ആയിക്കോട്ടെ, ഇമെയിൽ, ലെറ്റർ, എന്തുമായിക്കോട്ടെ, ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ ആയതുകൊണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് മെയിൻ നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് ആൻസറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യമേ തന്നെ പ്രൊഫൈൽ എന്ന് കൊടുത്തു. ഇനി എന്താണ് വേണ്ടത്? ടൈറ്റിൽ. ഇവിടെ ഏതൊരു ആളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, അയാളുടെ പേരാണ് ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ APJ അബ്ദുൽ കലാം എടുക്കാം. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതും കൂടി മെയിനായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുമ്പോൾ കൊടുക്കണം. APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കാം. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ആണെങ്കിൽ അപ്പോൾ എന്ത് കൊടുക്കണം? സ്റ്റീഫൻ ഹോക്കിംഗ് ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പോപ്പുലർ ടൈറ്റിൽ അദ്ദേഹത്തെ പറ്റി, ആളുകളെ പറ്റി അറിയാമെങ്കിൽ അത് മെയിനായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആൻസർ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് വാല്യൂ ചെയ്യുന്നവർക്ക് തോന്നും. ഇനി എന്താണ്? നെയിം. ഇപ്പോൾ ആൾ ആരാണെന്ന് വെച്ചാൽ ആ പേര് എഴുതുക. ആ നെയിം എഴുതി കഴിഞ്ഞിട്ട് അതിനോട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയതാണ് അടുത്ത പോയിന്റ്, അല്ലേ? ബർത്ത്, ബോൺ എന്നുള്ളത്, അവർ ജനിച്ചത്. അപ്പോൾ നെയിം കൊടുക്കുക. നെയിം എഴുതിയിട്ട് എന്താണ്? വാസ് ബോൺ ഓൺ. ഇപ്പോൾ ഒരു ഡേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കേണ്ട പ്രപ്പോസിഷൻ ഓൺ എന്നാണ്, അല്ലേ? ഇപ്പോൾ 14th ജൂലൈ 15th ജൂലൈ, അപ്പോൾ ആ ഡേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കേണ്ടത് ഓൺ എന്നാണ്. പിന്നെ ഇയറിൻ്റെ ഫ്രണ്ടിലും മന്തിൻ്റെ ഫ്രണ്ടിലും ആണെങ്കിൽ ഇൻ എന്ന് കൊടുക്കണം. ഡേറ്റും ഡേയും ആണെങ്കിൽ ഓൺ എന്ന് കൊടുക്കുക പ്രപ്പോസിഷൻ, ഇയറും മന്തും ആണെങ്കിൽ ഇൻ എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇയർ കൊടുക്കും. അപ്പോൾ ഇയർ കൊടുക്കുമ്പോൾ ഇൻ ഇപ്പോൾ 1998, 1995 ഇൻ എന്നാണ് ഇയറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുക. പിന്നെ പ്ലേസിൻ്റെ പേര് എഴുതുമ്പോഴും ഇപ്പോൾ ഒരു വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റേറ്റും കൺട്രിയും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇൻ എന്ന് കൊടുക്കുക. അധികം പോപ്പുലർ അല്ല, ഒരു ലോക്കലായിട്ട് നമ്മുടെ അടുത്തേക്കുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ പേരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ അറ്റ് എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട സെൻറ്റൻസസ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? സ്കൂളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്. അത് പല രീതിയിൽ എഴുതാം കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് അറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര് എഴുതാം. അല്ലെങ്കിൽ നോക്കിയേ, ഹി വാസ് എ സ്റ്റുഡൻറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര് എഴുതാം. പല രീതിയിൽ ഈ സെൻറ്റൻസ് എഴുതാം. ഗ്രാമാറ്റിക്കൽ ഇറേഴ്സ് ഉണ്ടാവാതെ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തത് നോക്കിയേ, ഡിഗ്രിയുടെ കാര്യം. ഇവിടെ നോക്കിയേ, ഹി ഗ്രാജുവേറ്റഡ് ഫ്രം അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ഹിസ് ഗ്രാജുവേഷൻ ഫ്രം എന്നെഴുതാം. ഡിഗ്രിയുടെ കാര്യം പറയുമ്പോൾ കോളേജിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കാര്യം എഴുതാം. അത് കഴിഞ്ഞ് ചിലവർ PGയുടെ കാര്യം പറയും, അല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PG, മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയും, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കണം? ഹി പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം, അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ഹിസ് മാസ്റ്റേഴ്സ് ഫ്രം, അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ഹിസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ പേര് അവിടെ എഴുതാം. ഹിസ് പാരൻസ്, അടുത്ത പോയിന്റിൽ ഹിസ് പാരൻസിൻ്റെ പേര് എഴുതണം. ഹിസ് വൈഫ്, അപ്പോൾ മാരീഡ് ആയിട്ടുള്ളൊരു മാൻ ആണ് തന്നേക്കുന്നത്. ആ മാൻ്റെ കാര്യം പറയുമ്പോൾ ഹിസ് വൈഫ് ഇസ് എന്ന് പറഞ്ഞെഴുതാം. ഒരു വുമൻ്റെ കാര്യമാണെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഇസ് എന്ന് എഴുതാം. അടുത്തത് നോക്കിയാൽ ഹിസ് മേജർ വർക്ക്സ് ആർ. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരാളുടെ വർക്ക്സ് എഴുതുമ്പോൾ എപ്പോഴും ആരെന്നുള്ള ആ ഒരു അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. വേറെന്ന് കൊടുക്കരുത്. ഇപ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും വർക്ക്സ് എപ്പോഴും ഉണ്ട്, അയാളുടെ പേര് തന്നെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും അത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണമെന്ന് ആക്കരുത്, അത് തെറ്റിപ്പോവും. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗ്രാമറിൻ്റെ കാര്യം. ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞ് കൊടുക്കണം. അടുത്തത് നോക്കിയേ, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതുക? ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. ലൈക്ക് എന്നിട്ടിട്ട്
അവാർഡ്സിൻ്റെ പേര് എഴുതുക. ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരുപാട് അവാർഡ്സ് കിട്ടിയിരുന്നു എന്നുള്ള പാസ്റ്റിലേക്ക് ആക്കരുത്. അവാർഡ്സും വർക്ക്സൊക്കെ എപ്പോഴും സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അവിടെയെല്ലാം പ്രസൻറ്റ് ടെൻസിലാണത് വരേണ്ടത്. അതൊരിക്കലും പാസ്റ്റിലേക്ക് ആക്കി എഴുതരുത്. എഴുതുമ്പോൾ അത് തെറ്റിപ്പോവും. ഇനി നോക്കാം. ഹി പാസ്ഡ് എവേ ഓൺ. ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത് എങ്കിൽ ഓൺ എന്ന് എഴുതുക. ഹി പാസ്ഡ് എവേ ഓൺ. പിന്നെന്താണ്? ഇയർ ആണെങ്കിലോ ഹി പാസ്ഡ് എവേ ഇൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹി പാസ്ഡ് എവേ ഇൻ എന്ന് പറഞ്ഞിട്ട് ഇയർ എഴുതുക. അപ്പോൾ ഇതാണ് ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമാറ്റ്. ഈ ഗ്രാമറൊക്കെ യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഷുവറാണ് ഫുൾ മാർക്സ് കിട്ടും. പിന്നെ കുറച്ചുകൂടി ഗ്രാമർ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് ഞാൻ അതിലെങ്ങനെയാണ് ഗ്രാമർ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഒരു പ്രൊഫൈലിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ സെൻറ്റൻസ് ആക്കി അത് എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, APJ അബ്ദുൽ കലാം നെയിം തന്നിട്ടുണ്ട്. APJ അബ്ദുൽ കലാം, ബോൺ October 15, 1931, രാമേശ്വരം, തമിഴ്നാട്. സ്കൂൾ ഷ്വാർട്സ് HSS, രാമനാഥപുരം. പാരൻസ് Jainuddin Abdul Kalam and Ashiamma. Major works: My Journey, You Are Born to Blossom, Turning Points, A Journey Through Challenges. Awards: Bharat Ratna, Padma Bhushan. Died July 27, 2015, ഷില്ലോങ്, മേഘാലയ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് തന്നിട്ടുണ്ട്. ഇനി ഇത് ആൻസർ ആവുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ മെയിനായിട്ട് നമ്മൾ പ്രൊഫൈൽ എന്നൊരു ഹെഡിങ് കൊടുത്തേക്കാണ്. അതിൻ്റെ താഴെ ടൈറ്റിൽ എന്താണ്? APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തു, അണ്ടർലൈൻ ചെയ്തു. ഇപ്പോൾ തന്നെ നോക്കിയേ, APJ അബ്ദുൽ കലാം എന്ന് മാത്രം എഴുതുന്നതിനേക്കാൾ എപ്പോഴും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടൈറ്റിലും കൂടെ കൊടുത്തപ്പോഴാണ് അതൊരു കുറച്ചുകൂടി ഭംഗിയായത്, അല്ലേ? ഇനി നോക്കി, APJ അബ്ദുൽ കലാം, ഓൾസോ നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, വാസ് ബോൺ ഓൺ 15th October. കണ്ടോ, 15th October ഫ്രണ്ടിൽ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ 1931, ഇയർ കണ്ടോ, ഇയറിൻ്റെ ഫ്രണ്ടിൽ ഇൻ. അറ്റ് രാമേശ്വരം ഞാൻ ഒരു ചെറിയൊരു ഭയങ്കര പോപ്പുലർ അല്ലാതെ, ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരുള്ളത് കൊണ്ട് അത് പോപ്പുലറാണ്, നമുക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങൾ പറയുമ്പോൾ അറ്റ് എന്നുള്ളത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അദ്ദേഹം ജനിച്ച ആ ഒരു പെർട്ടിക്കുലർ ഒരു പ്ലേസിനെ പറ്റി പറയുമ്പോൾ അവിടെ അറ്റ്. അത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞു, അപ്പോൾ അവിടെ എന്താണ്? ഇൻ കൊടുത്തു. കണ്ടോ, നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ അറ്റും, പോപ്പുലർ ആയിട്ടുള്ള വലിയ വലിയ സ്ഥലങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ ഇന്നും കൊടുക്കുക. ഹി സെർവ്ഡ് ആസ് ദ 11th President ഓഫ് ഇന്ത്യ. ഈ ഒരു പോയിന്റ് ഞാൻ അഡീഷണൽ വെറുതെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇത് ആഡ് ചെയ്ത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് കരുതി നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമേ നമുക്കുള്ളൂ. ഈ പോയിന്റ് എഴുതിയെന്ന് പറഞ്ഞാൽ കൂടുതൽ മാർക്സ് ഒന്നും അവിടെ കിട്ടുന്നില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു ബെറ്റർ ഒരു ലുക്കിന് വേണ്ടി എഴുതിയതാണ് എന്ന് കരുതി ഒരുപാട് പോയിന്റ്സ് എഴുതിയ മാർക്സ് അവിടെ കിട്ടാനും പോണില്ല. ഇനി നോക്കാം. ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് അറ്റ് ഷ്വാർട്സ് HSS, രാമനാഥപുരം. കണ്ടോ, ഞാനവിടെ ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ആണ് ആക്കിയേക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് അറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹി വാസ് എ സ്റ്റുഡൻറ്റ് അറ്റ് എന്നെഴുതാം. പല രീതിയിൽ ഇത് എഴുതാം കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് അറ്റ് ഷ്വാർട്സ് HSS, രാമനാഥപുരം എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് എഴുതിയേക്കുന്നത്. ഹിസ് പാരൻസ് ആർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം ആൻഡ് ആഷിയമ്മ. ഇവിടെ ഞാൻ ആർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇവിടെ അദ്ദേഹത്തിൻ്റെ പാരൻസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. പാരൻസും ഒബ്വിയസ്ലി അപ്പോൾ മരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആറല്ല വേറെന്നുള്ള ഒരു വേർഡാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഇവിടെ ആറല്ല, നിങ്ങളത് കറക്റ്റ് ചെയ്യണം. ഇവിടെ വേറാണ് വരേണ്ടത്. WERE, വേർ. കാരണം അദ്ദേഹത്തിൻ്റെ പാരൻസ് മരിച്ചു പോയതാണ്, അല്ലേ? അപ്പോൾ മരിച്ചു പോയവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ വ്യത്യാസം വരും. നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, പാരൻസും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആർ യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നാണെങ്കിൽ വേറെന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് മരിച്ചു പോയത് കൊണ്ട് നമ്മളിവിടെ ഹിസ് പാരൻസ് വേറെന്ന് കൊടുക്കാം. ജൈനുലബ്ദീൻ അബ്ദുൽ കലാം ആൻഡ് ആഷിയമ്മ എന്ന് കൊടുത്തു. പിന്നെ അദ്ദേഹം അൺമാരീഡ് ആണ്, അപ്പോൾ ആ ഒരു പോയിന്റ് ഇവിടെ വരുന്നില്ല.
അടുത്തത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹിസ് മേജർ വർക്ക്സ് ആർ. അതൊരിക്കലും പാസ്റ്റ് ടെൻസിലാക്കരുത്. ഒരാളുടെ വർക്ക്സ് എഴുതുമ്പോൾ അത് ആർ പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതണം. ഹിസ് മേജർ വർക്ക്സ് ആർ ഇതൊക്കെയാണ്: മൈ ജേർണി, യു ആർ ബോൺ ടു ബ്ലോസം, ടേണിംഗ് പോയിൻറ്റ്സ്, എ ജേർണി ത്രൂ ചാലഞ്ചസ്. ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ 3 വർക്ക്സ് തന്നിട്ടുള്ളതെന്നാണെങ്കിൽ നിങ്ങൾ ആ 3 വർക്ക്സിൻ്റെ പേര് എഴുതി 2 വർക്ക്സ് കഴിഞ്ഞിട്ട് ആൻഡ് എന്നിട്ടിട്ട് മൂന്നാമത്തെ വർക്ക്സ് എഴുതാം കേട്ടോ. അപ്പം ഞാനിവിടെ ആൻഡ് എന്നിട്ടിട്ടില്ല. അദ്ദേഹം ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന അത്രയും വർക്ക്സ് നമുക്കതെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പം നമ്മളിവിടെ ഇവിടെ ഞാനൊരു ആൻഡ് കൊടുക്കുകയാണ്. നമുക്ക് തന്നേക്കുന്ന വർക്ക്സ് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. ഒരുപാട് അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഭാരത് രത്ന, പത്മവിഭൂഷൺ ആൻഡ് പത്മഭൂഷൺ. അത് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളിവിടെ 3 എടുത്തിട്ടുള്ളൂ. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. കണ്ടോ, അവാർഡ്സിൻ്റെ കാര്യവും വർക്ക്സിൻ്റെ കാര്യവും എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതാം. ഈ ഒരു സെൻറ്റൻസ് ഓക്കെയാണ് ഇവിടെ. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. ഒരുപാട് അവാർഡ്സ് മേടിച്ചിട്ടുണ്ട്. ലൈക്ക് ഭാരത് രത്ന, പത്മവിഭൂഷൺ ആൻഡ് പത്മഭൂഷൺ. അടുത്തതാണ് ഹി പാസ്ഡ് എവേ ഓൺ. കണ്ടോ, മരിച്ച കാര്യം എഴുതുമ്പോൾ എങ്ങനെയാണ് ഹി പാസ്ഡ് എവേ എന്നുള്ളത് എഴുതാം. ഇവിടെ നോക്കിക്കേ, ഹി പാസ്ഡ് എവേ ഓൺ. ഡേറ്റ് ആണ് തന്നേക്കുന്നത്. ഡേറ്റ് തരുമ്പോൾ ഓൺ 27th ജൂലൈ ഇൻ 2015 എന്ന് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ ഇൻ 2015 നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇല്ലെങ്കിലും അത് വലിയ പ്രശ്നമല്ല. കാരണം ഇവിടെ നമ്മൾ ഒരു ഒറ്റതായിട്ട് ആ ഒരു ഡേറ്റും ഇയറും കൂടെ എഴുതിയേക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇൻ 2015 എന്നാക്കാം. ഇല്ലെങ്കിലും ആ ഒരു ഡേറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹി പാസ്ഡ് അവേ ഓൺ 27th ജൂലൈ ഓർ ഹി പാസ്ഡ് അവേ ഓൺ 27th ഇൻ ജൂലൈ. സോറി, ഇൻ ജൂലൈനേക്കാളും ഇൻ 2015 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങളിവിടെ ഇൻ ജൂലൈ എന്നുള്ളതിനേക്കാളും നിങ്ങൾ ഇൻ 2015 ഇവിടെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതല്ല, ഇവിടെയാണ് കേട്ടോ. ഇൻ 2015 എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം മന്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇൻ കൊടുക്കേണ്ട ആവശ്യം ഇപ്പം നമുക്ക് ഇല്ല. ഓൾറെഡി നമ്മൾ ആ ഡേറ്റിൻ്റെ ഫ്രണ്ടിൽ ഓൺ കൊടുത്തു, പിന്നെ മന്തിൻ്റെ ഫ്രണ്ടിൽ ഇൻ കൊടുത്തു, പിന്നെ ഇയറിൻ്റെ ഫ്രണ്ടിൽ ഇൻ കൊടുത്തു. അത് വേണ്ട, ജസ്റ്റ് ഡേറ്റിൻ്റെ ഫ്രണ്ടിൽ ഓൺ കൊടുത്തു, അതിനുശേഷം മന്ത് അവിടെ കിടക്കട്ടെ. അതിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ഇപ്പോൾ കൊടുക്കണ്ട. അതിനുശേഷം ഇയറിൻ്റെ ഫ്രണ്ടിൽ ഇൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ മതി. ഇനിയിപ്പോൾ ഇയറിൻ്റെ ഫ്രണ്ടിൽ ഇൻ കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ. ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഏത് മേഘാലയ സ്റ്റേറ്റിൽ ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കാം. കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. ടിപ്സ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ഗ്രാമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, ഞാൻ പറഞ്ഞു പാരൻസ് മരിച്ചു പോയെന്നാണെങ്കിൽ ഹിസ് പാരൻസ് വേറെന്ന് കൊടുക്കുക. ജീവിച്ചിരിക്കുന്നുണ്ട്, പാരൻസ് ഇപ്പോഴും ഉണ്ടെന്നാണെങ്കിൽ ഹിസ് പാരൻസ് ആർ എന്ന് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, മാരി ചെയ്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഹി ഈസ് മാരീഡ് ടു എന്ന് കൊടുക്കുക. പക്ഷെ മാരി ചെയ്ത ആൾ മരിച്ചു പോയി, അല്ലാന്നുണ്ടെങ്കിൽ മാരി ചെയ്ത ആൾ ഡിവേഴ്സ്ഡ് ആയി എന്നാണെങ്കിൽ ഹി വാസ് മാരീഡ് ടു എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ മെയിൻ വർക്ക്സിനെ പറ്റി പറയുമ്പോഴും ആറെന്ന് കൊടുക്കണം, അച്ചീവ്മെൻറ്റ്സ് പറയുമ്പോഴും ആറെന്ന് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമർ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 6 മാർക്സിൻ്റെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 6/6 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കോണ്ടൻറ്റും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെൻറ്റൻസസ് മാറ്റണമെന്നാണെങ്കിൽ നിങ്ങളത് മാറ്റി എഴുതാം. ഗ്രമാറ്റിക്കലി ഇറർ ഇല്ലാതെ ഇത് എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ് പരീക്ഷയ്ക്ക് പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.